ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്ക് തടിയങ്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. ഇതേപോലെ തടിയങ്ക എല്ലാം ചെത്തി കഴുകി അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ചെറിയ തക്കാളി അരിഞ്ഞതും ഒരു 5 കാന്താരി കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വലിയ വേവൊന്നുമില്ല, ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ തടിയങ്കയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അപ്പോൾ ഇതേപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം ജാറെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചുവന്നുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടി, എന്താണെന്ന് വെച്ചാൽ മുമ്പേ ചേർത്ത് കൊടുത്തതല്ലേ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തിള വരുന്നതിന് മുമ്പ് നമുക്കിത് വാങ്ങി വയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇതേപോലെ കറിയെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിനായിട്ട് പാനടപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഇനി ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ട് ഇനി നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ, അടിപൊളി ടേസ്റ്റാണ്.